എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആധാറുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മളിൽ എല്ലാവരും. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ഉള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ വീഡിയോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ ആനുകൂല്യങ്ങൾക്ക് സേവനങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാറുമായി ബന്ധപ്പെട്ട 4ഓളം വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ ഒരിക്കലും പോകരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് വളരെ വേഗം തന്നെ ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. സർക്കാരിൻ്റെ ധനസഹായ പദ്ധതികൾ ഉൾപ്പെടെ ഇപ്പോൾ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് വിതരണം നടത്തുന്നത്. സർക്കാരിൻ്റെ സ്കോളർഷിപ്പുകളാവട്ടെ, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ സബ്സിഡി സ്കീമുകളാവട്ടെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മൾ ചെയ്യേണ്ടത് ആധാറുമായിട്ട് സീഡാക്കിയിട്ടുള്ള, അതായത് ലിങ്കായി കിടക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തുക വിതരണമൊക്കെ നടക്കുന്നത് ഈ ആധാർ അധിഷ്ഠിതമായിട്ടാണ്. വ്യക്തി കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഇനി മുതൽ സഹായം നമുക്ക് എത്തിച്ചേരണമെന്നില്ല. പകരം ആധാറുമായി ലിങ്കായി കിടക്കുന്നത് ഏത് അക്കൗണ്ടാണോ അതിലേട്ടായിരിക്കും സഹായം എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെയാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് അക്കൗണ്ടാണ് സീഡായി കിടക്കുന്നത്, ഇനി സീഡ് അല്ലെങ്കിൽ അത് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ നമ്മൾ എത്തിച്ചേരേണ്ടതാണ് എന്നൊക്കെയുള്ള നമ്മൾ പ്രധാനപ്പെട്ട പല അറിയിപ്പുകളും ഈ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആധാർ കാർഡ് ഉള്ളവരെല്ലാം ആധാർ ബാങ്കിൻ്റെ അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പ്രധാനമായും പരിശോധിച്ചിരിക്കേണ്ടതാണ്. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് നമ്മൾ ഇതിനോടൊപ്പം ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്രോമിൽ ബാങ്ക് അക്കൗണ്ട് സീഡിങ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ ആധാറൊക്കെ ടൈപ്പ് ചെയ്ത് മറ്റു രേഖകൾ മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത ശേഷം ഇതുമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആധാറുമായിട്ട് ലിങ്കായി കിടക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി ലിങ്കായിട്ട് അക്കൗണ്ടൊന്നും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന് അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾക്ക് ഇതിനെല്ലാം തന്നെ ഇപ്പോൾ ബയോമെട്രിക് അപ്ഡേഷനോ അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത OTP സംവിധാനങ്ങളോ ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് മോട്ടോർ വാഹന വകുപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, വിവിധ സ്കീമുകളിലേക്ക് നമുക്ക് ആധാർ അധിഷ്ഠിത OTP സംവിധാനമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരുകയും തിരികെ നമ്മൾ പകർത്തി നൽകി കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അത് കൊടുത്തു കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പറുകൾ മാറ്റി നമ്മൾ സജീവമായി ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ആധാർ നമുക്ക് സേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ ഈ മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് നമുക്ക് അപ്ഡേഷൻ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ടതാണ്. പഴയ ആധാർ കാർഡുകളായിരിക്കും ഒരുപക്ഷെ നമ്മളിൽ ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത്. അങ്ങനെ പഴയ ആധാർ കാർഡുകളൊക്കെ എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വിവിധ കാര്യങ്ങൾക്ക് നമ്മൾ ആ ആധാർ കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ SMS അലർട്ടുകൾ വരാതിരിക്കുക, അല്ലെങ്കിൽ ബയോമെട്രിക് അത് സജീവമാകാതിരിക്കുക, ആക്റ്റീവ് അല്ലാതെ നമുക്ക് കാണിക്കും. ഇതുമല്ലെങ്കിൽ അങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് മേൽവിലാസത്തിലെ പൊരുത്തക്കേടോ അല്ലെങ്കിൽ പേരിലെ എന്തെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടോ കാരണമായിരിക്കും. ഇതെല്ലാം തന്നെ നമുക്ക് ആധാറുമായി ബന്ധപ്പെടുത്തി നമ്മൾ പുതുക്കാതെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ എടുത്തിട്ട് 10 വർഷം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനിടയിൽ പുതുക്കാനൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് തന്നെ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ 15-ാം വയസ്സിലൊക്കെ നമുക്ക് നിർബന്ധിത അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ബയോമെട്രിക് അപ്ഡേഷൻ അവിടെ ആണ് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷനുകളൊക്കെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യുന്നതിനും അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലും നമുക്ക് നിലവിൽ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ആധാർ കാർഡുകളുടെ അപ്ഡേഷൻ കൃത്യമായിട്ട് നമ്മുടെ പേരിൽ അല്ലെങ്കിൽ മേൽവിലാസത്തിലൊക്കെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പരിഹരിക്കുക എന്നതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ആധാർ കറക്ഷൻ ചെയ്യുന്നതിന് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ചാൽ മതിയായിരിക്കും. ഇത് ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരിലുള്ള പൊരുത്തക്കേടുകൾ വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതിന് കാരണമാകുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ രീതിയിലുള്ള അപ്ഡേഷന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് അറിയിപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മറ്റു ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.